നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഇന്ധനങ്ങളിൽ ഒന്നാണ് LPG. അടുക്കളയിൽ പാചകവാതകം ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇന്ന് പലർക്കും കഴിയില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ ഉണ്ടാവുന്ന വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഭൂരിഭാഗം വീട്ടമ്മമാരും ഉന്നയിക്കുന്ന ഒരു പ്രധാന പരാതിയാണ് പണ്ടത്തെ പോലെ ഇപ്പോൾ സിലിണ്ടർ നീണ്ടു നിൽക്കുന്നില്ല എന്നത്. ശരിയായ പാചക രീതികളും പരിപാലനവും പിന്തുടർന്നാൽ ഒരു പരിധിവരെ ഗ്യാസ് ലഭിക്കാനും സിലിണ്ടറിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ കുടുംബത്തിന്റെ മാസച്ചെലവിൽ വലിയൊരു ഭാഗം പാചകവാതകത്തിനായി നീക്കിവെക്കേണ്ടി വരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യത്യാസങ്ങൾക്കനുസരിച്ച് സിലിണ്ടർ വില മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തുള്ളി ഗ്യാസും ലാഭിക്കുക എന്നത് സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഗ്യാസ് അമിതമായി പാഴാക്കുന്നത്. അടുക്കളയിൽ നാം വരുത്തുന്ന ചില ചെറിയ മാറ്റങ്ങൾ എങ്ങനെ വലിയ ലാഭത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. പാചകം എന്നത് ഒരു കല മാത്രമല്ല, ഒരു ശാസ്ത്രം കൂടിയാണ്. താപോർജ്ജം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയാൽ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാം. മിക്കവരും ചെയ്യുന്ന തെറ്റാണ് സ്റ്റൗ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടുക എന്നത്. പാത്രത്തിന്റെ അടിഭാഗത്തിന് പുറത്തേക്ക് തീ വരുന്നത് കൊണ്ട് ഭക്ഷണം വേഗത്തിൽ വേവില്ല, മറിച്ച് താപം വായുവിലേക്ക് പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം തിളച്ചു തുടങ്ങിയാൽ തീ കുറച്ചു വെക്കുക. കുറഞ്ഞ തീയിൽ പാകം ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ ഗുണമേന്മ നിലനിർത്താനും ഗ്യാസ് ലാഭിക്കാനും സഹായിക്കും. തുറന്ന പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ആവിയിലൂടെ വലിയൊരളവ് ഊർജം നഷ്ടപ്പെടുന്നു. പാത്രങ്ങൾ ശരിയായി മൂടിവെച്ച് പാചകം ചെയ്താൽ പാത്രത്തിനുള്ളിലെ താപനില ഉയരുകയും ഭക്ഷണം വേഗത്തിൽ വേവുകയും ചെയ്യും. ഇത് പാചക സമയം ഗണ്യമായി കുറയ്ക്കും. പാചകത്തിന് ആവശ്യമായ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് പച്ചക്കറികൾ പുഴുങ്ങാൻ അമിതമായി വെള്ളം ഉപയോഗിച്ചാൽ അത് തിളച്ചു വരാൻ കൂടുതൽ സമയമെടുക്കുകയും ഊർജം നഷ്ടപ്പെടുകയും ചെയ്യും. നാം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്യാസ് ലാഭിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചെമ്പടിയിലുള്ള പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവുകയും താപം തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യും. ഇത് പാചകം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. ഗ്യാസ് ലാഭിക്കാനുള്ള ഏറ്റവും മികച്ച ഉപകരണം പ്രഷർ കുക്കറാണ്. സാധാരണ പാത്രത്തിൽ വേവിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി പോലും കുക്കറിന് ആവശ്യമില്ല. ചോറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇറച്ചി എന്നിവ കുക്കറിൽ പാകം ചെയ്യുന്നത് ശീലമാക്കുക. ചെറിയ ബർണറിൽ വലിയ പാത്രം വെക്കുന്നതും വലിയ ബർണറിൽ ചെറിയ പാത്രം വെക്കുന്നതും ഒരുപോലെ ദോഷകരമാണ്. ബർണറിന്റെ വലുപ്പത്തിന് അനുയോജ്യമായ പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. അടുപ്പ് കത്തിച്ച ശേഷം പച്ചക്കറികൾ അരിയുന്നതും മസാലകൾ അരയ്ക്കുന്നതും ഗ്യാസ് പാഴാക്കാനുള്ള പ്രധാന കാരണമാണ്. ഇതിനെ മിസിൻ പ്ലേസ് എന്ന് വിളിക്കുന്നു. പാചകം തുടങ്ങുന്നതിന് മുൻപ് സവാള അരിയുക, മസാലകൾ തയ്യാറാക്കുക, ആവശ്യമായ സാധനങ്ങൾ അടുപ്പിന് സമീപം എത്തിക്കുക എന്നിവയും ചെയ്യുക. അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പാചകം മുടക്കമില്ലാതെ നടക്കണം. കടല, വൻപയർ തുടങ്ങിയവ പാകം ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുൻപ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ അവ വേഗത്തിൽ വേവുകയും ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത പാൽ അല്ലെങ്കിൽ പച്ചക്കറികൾ അടുപ്പത്ത് വെക്കരുത്. അവ പുറത്തു വെച്ച് സാധാരണ താപനിലയിൽ എത്തിയ ശേഷം മാത്രം പാകം ചെയ്യുക. തണുത്ത സാധനങ്ങൾ ചൂടാകാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ഗ്യാസ് അടുപ്പ് വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കും. ബർണറിലെ സുഷിരങ്ങളിൽ അഴുക്ക് അടിഞ്ഞുകൂടിയാൽ ഗ്യാസ് കൃത്യമായി കത്തുകയില്ല. തീയുടെ നിറം ശ്രദ്ധിക്കുക. നീല നിറത്തിലുള്ള തീയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ മഞ്ഞയോ ചുവപ്പോ ആയിട്ടുള്ള തീയാണെങ്കിൽ ബർണർ വൃത്തിയാക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കാം. ഇത് ഗ്യാസ് അപൂർണമായി കത്തുന്നതിന്റെ ലക്ഷണമാണ്. ഗ്യാസ് ചോർച്ച ഉണ്ടോ എന്ന് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. നേരിയ ചോർച്ച പോലും ഗ്യാസ് അപകടത്തിനും ഒപ്പം ഗ്യാസ് നഷ്ടത്തിനും കാരണമാകും. ഗ്യാസ് സിലിണ്ടർ എപ്പോൾ തീരുമെന്ന് മുൻകൂട്ടി അറിയാൻ ചില എളുപ്പ വഴികളുണ്ട്. സിലിണ്ടർ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ തറയിൽ ഈർപ്പമുള്ള തുണി കൊണ്ട് തുടച്ചാൽ ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ചിലർക്ക് സാധിക്കാറുണ്ട്. അതുപോലെ സിലിണ്ടർ തീരുന്നതിന് മുൻപ് തന്നെ അടുത്തത് ബുക്ക് ചെയ്യാനും എമർജൻസി പ്ലാൻ തയ്യാറാക്കാനും ഇത് സഹായിക്കും. പാചകവാതകം ലാഭിക്കുക എന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ മാസത്തിൽ വലിയൊരു തുക ലാഭിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ മുൻഗാമികൾ വിറകടുപ്പിൽ പാകം ചെയ്യുമ്പോൾ പുലർത്തിയിരുന്ന ആസൂത്രണം ഗ്യാസ് അടുപ്പിൽ കൊണ്ടുവന്നാൽ ഗ്യാസ് പെട്ടെന്ന് തീരുന്നുവെന്ന പരാതിക്ക് അന്ത്യമാകും. ചെറിയ ശ്രദ്ധയും ശരിയായ പാചക രീതികളും വഴി ഓരോ വീട്ടമ്മയ്ക്കും വീടിന്റെ സാമ്പത്തിക ഭദ്രതയിൽ പങ്കാളിയാകാം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് പാചകവാതത്തിന്റെ ലഭ്യത കുറവ്. ഗ്യാസ് സിലിണ്ടറുകളുടെ അഭാവം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. കേരളത്തിലെ ഭൂരിഭാഗം വീടുകളും ഇന്ന് പൂർണ്ണമായും പാചകവാതകത്തെയാണ് ആശ്രയിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാതാകുന്നതോടെ വീടുകളിലെ പാചകം തടസ്സപ്പെടുകയും ഇത് കുടുംബങ്ങളുടെ ആസൂത്രണത്തെ ബാധിക്കുകയും ചെയ്യുന്നു. വിറകടുപ്പിലേക്ക് തിരിച്ചു പോവുക എന്നത് ഇന്നത്തെ പരിമിതമായ സൗകര്യങ്ങളുള്ള വീടുകളിൽ പ്രായോഗികമല്ല. ഗ്യാസ് ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും ഹോട്ടലുകളെയും പുറത്തുനിന്നുള്ള ഭക്ഷണത്തെയും ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ ദോഷകരമായി ബാധിക്കും. കൂടാതെ സിലിണ്ടറുകൾക്ക് ക്ഷാമം നേരിടുമ്പോൾ കരിഞ്ചന്തയിൽ ഉയർന്ന വില നൽകി ഇവ വാങ്ങേണ്ടി വരുന്നത് പാവപ്പെട്ടവനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. കേരളത്തിലെ ഭക്ഷ്യമേഖല പൂർണ്ണമായി വാണിജ്യ സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. ഇവയുടെ അഭാവം ഹോട്ടലുകൾ അടച്ചിടുന്നതിലേക്കോ
ഭക്ഷണ സാധനങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിക്കും. ഇത് ടൂറിസം മേഖലയും ദോഷകരമായി ബാധിക്കാം. ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാചകവാതകത്തിന്റെ അഭാവം വലിയ സമയനഷ്ടം ഉണ്ടാക്കുന്നു. പെട്ടെന്ന് പാചകം ചെയ്ത് ജോലിക്ക് പോകേണ്ടവർക്ക് വിറകടുപ്പോ മറ്റ് ബദൽ മാർഗങ്ങളോ ഉപയോഗിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് മാനസികമായി സമ്മർദ്ദത്തിനും കാരണമാകുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ ജനജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ പാചകവാതകത്തിന്റെ തടസ്സമില്ലാത്ത വിതരണം അത്യന്താപേക്ഷിതമാണ്. ഇതിലുണ്ടായ ചെറിയ തടസ്സം പോലും സംസ്ഥാനത്തെ വലിയൊരു സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുക.